നമ്മൾ താണ്ടേ കോഴിക്കോട് ഇങ്ങനെ പോസ്റ്റ് അടിച്ച് നിൽക്കാൻ നേരത്താണ് പെട്ടെന്ന് താണ്ടേ മാനന്തവാടി സൂപ്പർ ഫാസ്റ്റ് കാണുന്നത്. പിന്നെ ഒന്നും നോക്കിയില്ല, അത് കയറി നേരെ താമരശ്ശേരി ചുരം കാണാനുള്ള യാത്ര. നമ്മളിന്ന് KSRTCയിൽ താമരശ്ശേരി ചുരം കാണാൻ പോകുന്നു. അങ്ങനെ നമ്മുടെ സ്വന്തം ആനവണ്ടിയിൽ താണ്ടേ കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ നിന്ന് ഇറങ്ങി ഇനി നേരെ നമ്മുടെ താമരശ്ശേരി ചുരത്തിലേക്കുള്ള യാത്രയാണ്. നമ്മുടെ 98 രൂപ ടിക്കറ്റ്. ഇത് ഞാൻ ചുരം കഴിഞ്ഞുള്ള ജംഗ്ഷന് ഗൂഗിൾ മാപ്പ് നോക്കിയപ്പോൾ വൈത്തിരി എന്ന് പറഞ്ഞ ജംഗ്ഷൻ കണ്ടു കേട്ടോ. വൈത്തിരി കഴിഞ്ഞ് പിന്നെ അടുത്ത സ്റ്റോപ്പിലേക്കാണ് നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നത്. ഇത് ഞാൻ പോകാൻ കാരണം എൻ്റെ ഒരു ഫ്രണ്ട് ജിതിനാണ് കേട്ടോ. അവന് വയനാട്ടിൽ നിന്ന് ആലപ്പുഴയ്ക്ക് വരുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് ചുരമൊക്കെ ഒന്ന് കാണണം, നീ അവിടെ എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യും, ഞാൻ വന്നിട്ട് നമുക്ക് ഒരുമിച്ച് തിരിച്ച് ചുരം ഇറങ്ങാം. അപ്പോൾ ഇറങ്ങുന്ന വീഡിയോ ഇനി ഉടനെ ഉണ്ട്. അത് ആനവണ്ടി പോലെ തന്നെ കിടിലൊരു വണ്ടിയിലാണ്. എന്തൊക്കെയായാലും കോഴിക്കോട് കഴിഞ്ഞ് ചുരമൊക്കെ അടുത്തെത്തിയപ്പോഴത്തേന് നല്ല തണുപ്പൊക്കെ തോന്നി. ടൗണൊക്കെ കഴിഞ്ഞ് താണ്ട ഈ കാടും കാര്യങ്ങളിലോട്ടൊക്കെ വന്നപ്പോഴത്തേന് തന്നെ ഒരു പ്രത്യേക ഫീലിംഗ് ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇത് കോഴിക്കോട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഈ റൂട്ടാണ് വയനാട് പോകാനും മൈസൂരും ബാംഗ്ലൂരൊക്കെ പോകാനൊക്കെ കൂടുതൽ പേര് ഉപയോഗിക്കുന്നത്. ഇതിന് ഏകദേശം 12 കിലോമീറ്റർ ഉണ്ടെന്നാണ് പറയുന്നത്. വയനാട് ചുരം മൊത്തം കൂടെ 9 ഹെയർ പിൻ വളവുകളും. കിടിലമാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലം. ഫുള്ള് കാട് വഴിയാണ്. റോഡാണെങ്കിൽ അത്യാവശ്യം വലിയ വീതിയൊന്നുമില്ല, 2 വണ്ടിക്ക് കടന്നു പോകാം, ആ ഒരു രീതിയിൽ. എന്ന് പറഞ്ഞ് ചില വളവുകളൊക്കെ എത്തുമ്പോഴത്തേന് താഴെ നിന്ന് വരുന്ന വണ്ടികൾ അല്ലെങ്കിൽ മേളിൽ നിന്ന് ഇറങ്ങി വരുന്ന വണ്ടികൾ ചവിട്ടി കൊടുത്തെങ്കിലേ അടുത്ത വണ്ടിക്ക് കയറി പോകാൻ പറ്റും. നല്ല വ്യൂ പോയിൻ്റ് എന്ന് വെച്ചാൽ പല സൈറ്റുകളിൽ ഇങ്ങനെ കിടിലം വ്യൂ പോയിൻറ്റുകൾ. ഞാൻ പണ്ട് ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് ആദ്യമായിട്ട് വന്നത്. ഞാൻ 2 വട്ടം പോയിട്ടുള്ളായിരുന്നു നിലവിൽ. അങ്ങനെ ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ ടൂർ പോയപ്പം ഇതിലേക്കൂടെ പോയപ്പം ചുരം കണ്ടു. അന്ന് പക്ഷേ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ശ്രദ്ധിക്കാനൊന്നും പറ്റിയില്ല. പിന്നെ ഒരു വട്ടം മൈസൂർ പോയപ്പോൾ കാറിൽ പോയപ്പം അതും ഈ പറയുന്ന കണക്ക് മഴയായതുകൊണ്ട് അങ്ങനെ ഇറങ്ങാനൊന്നും പറ്റിയില്ല. അന്നേരം ഞാൻ താണ്ടെ ഇന്നിപ്പം കണക്ക് കൂട്ടി തന്നെ നമ്മൾ താണ്ടെ ചുരം എന്താണെന്നും അതിൻ്റെ ഭംഗി എന്താണെന്നും ആസ്വദിച്ചിട്ട് ഉള്ളൂ കാര്യം എന്ന് കരുതിയാണ് പോയത്. കണ്ണൂർ ഷോറൂമിൽ എൻ്റെ വണ്ടി കിടപ്പുണ്ട് കേട്ടോ. കണ്ണൂർ ഷോറൂമിൽ നമ്മളെ വണ്ടി പണിയായിട്ട് കിടക്കും. അപ്പം അതിൻ്റെ കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഞാൻ തിരിച്ച് കോഴിക്കോട് വന്ന് വീട്ടിലോട്ട് പോകാനായിട്ട് നിന്നപ്പോഴാണ് നമ്മളൊരു കൂട്ടുകാരുണ്ട് ജിതിൻ. അവൻ വയനാട്ടിൽ നിന്ന് നേരെ ആലപ്പുഴയ്ക്ക് വരുന്നുണ്ട്. അങ്ങനെ അന്നേരമാണ് ഈ ഒരു ഐഡിയ എൻ്റെ മനസ്സിൽ വന്നത്. കോഴിക്കോടൊക്കെ വന്നിട്ട് ഈ ചുരമൊക്കെ ഒന്ന് കാണാതെ പോകുന്നത് എങ്ങനെയാണ്? സമയമില്ല. എന്നില്ലെങ്കിൽ ഞാൻ ഈ ചുരം കഴിഞ്ഞ് പിന്നെയും കുറേ കൂടെ പോയേനെ. മഴയുള്ള സമയമാണെങ്കിൽ ഇവിടെ ഈ വിനോദസഞ്ചാരികൾ ഇത് കാണാനൊക്കെ വന്ന് ഇഷ്ടം പോലെ ആൾക്കാർ ഇങ്ങനെ വന്ന് നിൽപ്പുണ്ട്. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മണ്ണിടിഞ്ഞ് വീണ് കിടപ്പുണ്ട്. എന്നാലും നമ്മളത് കാര്യമാക്കണം. എന്നാൽ ഇപ്പം ഞാൻ കാര്യമാക്കുന്നില്ല. എൻ്റെ മനസ്സിൽ താമരശ്ശേരി ചുരം ഫുള്ള് കയറി കാണുക. കാട് കണ്ടോ? ഫുള്ള് കാടെന്ന് വെച്ചാൽ കിടിലം കാടും. അങ്ങോട്ട് കയറുമ്പം കുറേ അങ്ങോട്ട് ചെല്ലുമ്പോഴത്തേന് ഇരുട്ടെന്ന് വെച്ചാൽ എന്താ സൂര്യപ്രകാശം വലുതായിട്ട് കിട്ടാതെ കണ്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഒരു വണ്ടി ഇറങ്ങി പോകുമ്പോൾ ഇവിടെ നമ്മളെ വണ്ടി ചവിട്ടി കൊടുത്തിട്ട് മറ്റേ വണ്ടി ഇറങ്ങിയതിന് ശേഷമാണ് നമ്മളെ വണ്ടി കയറി പോകുന്നത്. നമ്മൾ മാനന്തവാടി സൂപ്പർ ഫാസ്റ്റ് കേട്ടോ. എന്നെ ഇവിടെ അങ്ങനെ എല്ലായിടത്തും സ്റ്റോപ്പ് ഇല്ലാത്തതുകൊണ്ടാണ് കയറിയതാണ്. പെട്ടെന്ന് അങ്ങ് പോവല്ലോ. കണ്ണനാണെങ്കിൽ നല്ല വിടലായിരുന്നു. മഴയായതുകൊണ്ടാണ് ഞാൻ അറിയാൻ വയ്യ. കോടമഞ്ഞ് അങ്ങനെ ഇല്ലായിരുന്നു കേട്ടോ. കോടമഞ്ഞ് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ കാണാമെന്നല്ലാതെ നമ്മൾ പോയ വഴിക്കൊന്നും കോടമഞ്ഞില്ലായിരുന്നു. അതും കൂടെ പ്രതീക്ഷിച്ചായിരുന്നു പോയിരുന്നത്. നമ്മളാണ് സ്വന്തം ആനവണ്ടിയുടെ സൈഡിലിരുന്ന് കണ്ടേ ഈ കാടിൻ്റെ ഭംഗിയും ഈ ഹെയർ പിന്നിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് ഇങ്ങനെ പോകുമ്പോഴത്തേനും വൈബെന്ന് വെച്ചാൽ പൊളി വൈബാണ്. കണ്ടോ, അടുത്ത വളവെത്തിയപ്പോൾ നമ്മൾ ചവിട്ടി കൊടുത്തു. വണ്ടികളെ ഇങ്ങോട്ട് ഇറക്കി വിട്ടിട്ട് പിന്നെ എണ്ണൻ അങ്ങോട്ട് മാറി ഒരൊറ്റ വിടക്കം വിടത്തേ ഉള്ളൂ. കിടിലെന്ന് വെച്ചാൽ കിടിലൊരു യാത്രയായിരുന്നു. നമ്മളെ ഈ KSRTCയുടെ സൈഡ് സീറ്റിലൊക്കെ ഇരുന്ന് വേണ്ട ഇങ്ങനെയുള്ള വഴികളൊക്കെ പോയി ഇതൊക്കെ ഒന്ന് ആസ്വദിക്കേണ്ട കാര്യം തന്നെ കേട്ടോ. മാത്രമല്ല ഇതിൻ്റെ ഏറ്റവും മേലത്തെ 9ാമത്തെ എങ്ങാണ്ട് ഹെയർ പിന്നിൽ നിന്ന് നമുക്ക് കോഴിക്കോട് സിറ്റി ഫുള്ള് കാണാമെന്നൊക്കെ പറയുന്നുണ്ട്. സിറ്റി കാണാം, പിന്നെ അവിടുത്തെ കടപ്പുറമൊക്കെ ഏകദേശം ഒക്കെ കാണാമെന്നൊക്കെ പറയുന്നു. നമുക്ക് കാണാൻ പറ്റില്ല കേട്ടോ. വലിയ വണ്ടിയൊന്നും ഇവിടെ ഒന്നും ഒതുക്കാനൊന്നും പറ്റാത്തതുകൊണ്ട് ബസ്സുകളൊന്നും നടത്തത്തൊന്നും സ്റ്റോപ്പൊന്നുമില്ല. അതുകൊണ്ട് നമുക്ക് അവിടെ ഇറങ്ങി അങ്ങനെ നിന്നുള്ള ഫോട്ടോ എടുപ്പോ വീഡിയോ എടുപ്പോ കാര്യങ്ങളൊന്നും നോക്കാനോ ഒന്നും പറ്റിയില്ല. നമുക്ക് ഈ വണ്ടിയുടെ സൈഡിൽ ഇരുന്നാണ്ട് ഈ കാഴ്ചകൾ കാണുമ്പോൾ തന്നെ നമുക്ക് നമ്മളെ മനസ്സിനൊക്കെ പുതിയൊരു ഉന്മേഷം കിട്ടുന്ന രീതിയിലാണ്. കിടിലെന്ന് വെച്ചാൽ കിടിലം. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ മേപ്പോട്ട് ചെല്ലുമ്പോഴത്തേനെ കണ്ടേ ഇവിടുന്ന് താഴോട്ട് നോക്കിയാൽ കുറേ ഒരു പള്ളി കാണാം, പിന്നെ കുറേ ബിൽഡിങ്ങൊക്കെ കാണാം. എവിടെയാണെന്നറിയാൻ വയ്യ. ഇനി കോഴിക്കോടാണോ എന്തോന്ന് അറിയത്തില്ല. എന്തായാലും അത് കിടില കേട്ടോ. പക്ഷെ നമ്മളങ്ങ് ഭയങ്കര ഒരുപാട് അങ്ങ് മേളിലാണ്. താഴെ ഒരു പൊടി പോലെ കാണുന്നത്. നമ്മുടെ ഫോണിൽ സൂമിങ് ക്ലാരിറ്റി കുറവായതുകൊണ്ട് നമുക്കെങ്ങനെ കിട്ടിയുള്ളൂ.
എന്നാലും നമ്മൾ അത്യാവശ്യം പറ്റുന്ന രീതിയിൽ കണ്ടോ എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ നേരെ വേറെ ജംഗ്ഷൻ വൈത്തിരി കഴിഞ്ഞിട്ട് വൈത്തിരി എന്ന് പറഞ്ഞ ജംഗ്ഷനിൽ നമ്മൾ ഇറങ്ങാമെന്ന് പറഞ്ഞേക്കുന്നത്. അപ്പോൾ നമ്മുടെ ഒരു ഫ്രണ്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ അവൻ്റെ വണ്ടിയിൽ അതും ഇതിലൊരു യാത്രയായിരിക്കും തിരിച്ച് ഇങ്ങോട്ടുള്ള കേട്ടോ. അത് ആന വണ്ടിയുടെ കണക്ക് തന്നെ പൊളിയൊരു വണ്ടിയാണ് നമ്മൾ തിരിച്ച് ചുരം ഇറങ്ങാൻ പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എല്ലാവരും ലൈക്ക് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഇതുപോലുള്ള വീഡിയോകൾ നമ്മൾ ഇനി ഇടുന്നതായിരിക്കും. കണ്ടോ നമ്മളങ്ങനെ ജംഗ്ഷനിൽ ഇറങ്ങി. നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് കാണാം.